കേരള എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ പരീക്ഷകൾ ഇനി മുതൽ ഒറ്റ പരീക്ഷകളാകാൻ സാധ്യതയേറുന്നു. പ്രമുഖ മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ പ്രവേശന പരീക്ഷകൾ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയിലേക്ക്, അതായത് CBTയിലേക്ക് മാറ്റുമ്പോൾ ഒറ്റ പരീക്ഷയാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓൺലൈൻ മോഡിലേക്ക് പരീക്ഷ മാറ്റുമ്പോൾ ചോദ്യങ്ങളുടെ എണ്ണം കുറച്ച് ഒരു പരീക്ഷയായാണ് നടത്താൻ പദ്ധതി. 2024 മുതൽ പുതിയ രീതി വരുമെന്നാണ് സൂചന. 2017 എൻട്രൻസ് പരീക്ഷ ഓൺലൈനിൽ നടത്താൻ കേരളം ആലോചന ആരംഭിച്ചത്. പിന്നീട് കോവിഡ് മഹാമാരി പശ്ചാത്തലത്തിൽ ഈ ആലോചനയ്ക്ക് ശക്തി കൂടുകയായിരുന്നു. നിലവിൽ പ്രവേശന പരീക്ഷാ കമ്മീഷൻ നടത്തുന്ന LLB മാനേജ്മെന്റ് പ്രവേശന പരീക്ഷകൾ ഓൺലൈൻ മോഡിലാണ്. പരീക്ഷ നടത്തുന്ന സോഫ്റ്റ്വെയറിൽ കൂടുതൽ ക്രമീകരണങ്ങൾ നടത്തിയാൽ എഞ്ചിനീയറിംഗ് എൻട്രൻസും ഓൺലൈനായി നടത്താൻ സാധിക്കുമെന്നാണ് പ്രവേശന പരീക്ഷാ കമ്മീഷണറേറ്റ് പറയുന്നത്. ഇതിനുള്ള നടപടികൾ CDT ആരംഭിച്ചിട്ടുമുണ്ട്. ഇക്കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അന്തിമ തീരുമാനം വരുന്നതേയുള്ളൂ. 1.2 ലക്ഷം വിദ്യാർത്ഥികളാണ് പ്രതിവർഷം കേരള എൻട്രൻസിന് അപേക്ഷിക്കുന്നത്. ഇവരിൽ 1 ലക്ഷം പേരാണ് പരീക്ഷ എഴുതാറുള്ളത്. അപേക്ഷിക്കുന്ന മുഴുവൻ പേരും എഴുതുമെന്ന നിഗമനത്തിലാണ് സോഫ്റ്റ്വെയർ തയ്യാറാക്കുക. ഇത്രയും കുട്ടികൾക്കായി ജൂണിൽ വ്യത്യസ്ത സമയങ്ങളിൽ അതിവേഗം പ്രവേശന പരീക്ഷ പൂർത്തിയാക്കാനാകുമെന്നാണ് കരുതുന്നത്. പരീക്ഷ ഓൺലൈനിലാകുമ്പോൾ 8 ദിവസത്തിനകം ഫലം പ്രഖ്യാപിക്കാനുമാകും. പരീക്ഷാ നടത്തിപ്പ് ഏജൻസി ഇക്കാര്യത്തിൽ തീരുമാനമാകുന്ന മുറയ്ക്ക് പരീക്ഷാ വിജ്ഞാപന നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.